ഒടുവിൽ മറനീക്കി പുറത്തു വരികയാണ് സംഘപരിവാർ അജണ്ടകൾ. ഇവിടെ ക്രിസ്തുമസ് ആഘോഷം വേണ്ടെന്ന് ഹിന്ദുത്വ സംഘടനകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന്റെയും തുടക്കം ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ്. യു പിയിൽ ഇത്തവണ ക്രിസ്തുമസ് അവധിയില്ലെന്ന് സർക്കാർ ഉത്തരവ്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനാഘോഷ പരിപാടികൾ ഈ ദിവസങ്ങളിൽ സ്കൂളിൽ നടത്തണമെന്നാണ് യു പി സർക്കാരിന്റെ നിർദ്ദേശം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ഹിന്ദുത്വ സംഘടനകളുടെ ആക്രമണങ്ങൾ നടക്കുകയാണ്. ഒഡീഷയിൽ ക്രിസ്തുമസിന് മുന്നോടിയായി സാന്റോ തൊപ്പി വിൽക്കുകയായിരുന്ന വഴിയോര കച്ചവടക്കാർക്കു നേരെ ഹിന്ദുത്വ പ്രവർത്തകർ രംഗത്തെത്തിക്കഴിഞ്ഞു. സംസ്ഥാനം ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും ഇവിടെ ക്രിസ്ത്യൻ വസ്തുക്കൾ വിൽക്കാൻ പറ്റില്ലെന്നും പറഞ്ഞായിരുന്നു ഭീഷണി. ഇവർ തന്നെ ചിത്രീകരിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടെ നമ്മുടെ സ്വന്തം കേരളത്തിൽ RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ ക്രിസ്തുമസ് ആഘോഷം വിലക്കാൻ നീക്കം നടക്കുകയാണ്. പല അൺഎയ്ഡഡ് സ്കൂളുകളിലും RSS നേരിട്ട് നടത്തുന്ന എയ്ഡഡ് സ്കൂളിലുമാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ട്. സ്വകാര്യ മാനേജ്മെന്റുകൾ ക്രിസ്മസ് ആഘോഷം വിലക്കിയെന്ന വാർത്ത ഗൗരവത്തിലാണ് സർക്കാർ കാണുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എന്തു വന്നാലും സംഘപരിവാറിന് കുടപിടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത കാസ അഥവാ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന സംഘടന ഇക്കാര്യങ്ങൾ അറിയുന്നുണ്ടോ എന്നാണ് പൊതു ചോദ്യം. കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് ലക്ഷ്യമിട്ട് ക്രിസ്മസ് കേക്കുമായി ക്രിസ്ത്യൻ കുടുംബങ്ങളെ സന്ദർശിക്കാനായിരുന്നു കേരളത്തിൽ ഉൾപ്പെടെ BJP തീരുമാനം. പുതിയ സാഹചര്യത്തിൽ കേക്ക് കണ്ടാൽ കലിയിളകുമെന്നുറപ്പ്. ഭരണഘടനാ മാറ്റമൊന്നും ആവശ്യമില്ല, ഇത് ഹിന്ദു രാഷ്ട്രം തന്നെയാണെന്ന് RSS തലവൻ മോഹൻ ഭാഗവത് പറഞ്ഞു കഴിഞ്ഞു. ഇതാ സംഘപരിവാർ ഭരിക്കുന്ന ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും നിഷേധിക്കപ്പെടാൻ പോകുന്നതിൻ്റെ തുടക്കം ഈ ക്രിസ്തുമസോട് ആരംഭിക്കുകയാണ്. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്രിസ്തുമതത്തിനെതിരെ വിശ്വഹിന്ദു പരിഷത്തോ RSSോ നിലപാടെടുത്തിരുന്നില്ലെന്ന് നാം മറന്നുപോകരുത്. ഇക്കഴിഞ്ഞ ദിവസം ഏകദേശം 3500 ക്രിസ്ത്യാനികൾ പാർലമെന്റിന് സമീപം പ്രതിഷേധിച്ചിരുന്നു. സർക്കാർ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയുന്നില്ലെന്നായിരുന്നു അവരുടെ ആരോപണം. യുണൈറ്റഡ് ക്രിസ്ത്യൻസ് ഫോറത്തിന്റെ കണക്കുകൾ പ്രകാരം ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. 2014 139 ആക്രമണങ്ങൾ 2024 834 അത് മാറി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 4989 സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് കോവിഡ് മഹാമാരിക്ക് മുന്നിലെന്നതുപോലെ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറയാൻ കഴിയുമോ? ക്രിസ്തുമസ് ആഘോഷം വിലക്കുന്ന നാട്ടിൽ നിന്ന് കാസക്ക് എന്താണ് പറയാനുള്ളത്? ഇനിയും സംഘപരിവാറിന് കാസ കുടപിടിക്കുമോ?